ഈ 10 വർഷത്തിനുള്ളിൽ നടപ്പിലാക്കിയ എല്ലാ കാര്യങ്ങളും ഇപ്പൊ ജനങ്ങൾ 1 by 1 വിലയിരുത്തുന്നുണ്ട്. ആ വിലയിരുത്തലിൽ അവരുടെ ഇത്തരം ക്യാരക്ടർ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിനോടുള്ള ജനങ്ങളുടെ പ്രതികരണമായിരുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പോലും പ്രാദേശികമായി നടന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന് തോന്നാത്ത തരത്തിൽ കേരളത്തെ ഒറ്റ യൂണിറ്റായി ജനങ്ങൾ കണ്ടതുപോലെയാണ് ആ തെരഞ്ഞെടുപ്പിൽ ബിഹേവ് ചെയ്തത്. പഞ്ചായത്തിൽ, ബ്ലോക്കിൽ, മുനിസിപ്പാലിറ്റിയിൽ, കോർപ്പറേഷനിൽ, ജില്ലാ പഞ്ചായത്തിൽ സമഗ്ര മേഖലയിലും എല്ലാ ജില്ലകളിലും UDFന്റെ വലിയ മുന്നേറ്റമുണ്ടായതിന്റെ കാരണം കേരളം ഒരു പൊളിറ്റിക്കൽ യൂണിറ്റായി കണ്ട് ജനങ്ങൾ ഈ ഗവൺമെന്റിനെതിരെ എഴുതി നടത്തുന്ന എല്ലാ ശ്രമങ്ങളും അവർക്ക് തിരിച്ചടിയായി മാറുകയാണ്. ഒരു പാട്ടിന്റെ പാരഡിയുടെ തകർത്ത് പോലും അവർ കാണിച്ച ഒരു അസ്വസ്ഥത, അത് ഭരണത്തോടുള്ള വല്ലാത്തൊരു ഒരു ഭരണമില്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അതിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ മാറിയതിന്റെ സ്വഭാവമാണ്, അതിന്റെ പ്രതികരണമായിരുന്നു. അപ്പൊ അത് പരാജയപ്പെട്ടു. ശബരിമലയിൽ വീണ്ടും ചോദ്യങ്ങൾ അവർക്കെതിരെ ഉയരുന്നു. ഇപ്പൊ അവസാനം ഗവൺമെന്റിനെ വ്യാപൃത വാർത്തകൾ ഇപ്പൊ ഇന്ന് രാവിലെ മുതൽ നിങ്ങളെല്ലാം കോൺഗ്രസിന്റെ മുന്നൊരുക്കത്തെ സംബന്ധിച്ച് നേതാക്കൾ അതിന്റെ കാര്യങ്ങൾ പ്രതികരിക്കുന്നു. ക്യാമ്പിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഉണ്ടാവുന്നു. അപ്പം ഞങ്ങള് ഒരു അഗ്രസീവ് മോഡിൽ ഞങ്ങള് ആദ്യത്തെ ചുവടുകൾ ഞങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് വെക്കുമ്പോൾ ഈ അസ്വസ്ഥത നേരെ ചെന്ന് തട്ടുന്നത് അവിടെയാണ്. അപ്പൊ അതിനൊരു ഡീവിയേഷൻ വേണം. അത് അവരുടെ ഒരു പരാജയപ്പെടുന്ന സ്ട്രാറ്റജിയായി മാറും. മുന്നോട്ടുള്ള പോക്കിനെതിരെയുള്ള ഫോക്കസാണ് UDFന്റെയും അദ്ദേഹത്തിന്റെയും UDFന്റെയും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ UDFന്റെ ഈ മുന്നൊരുക്കങ്ങളും പ്രവർത്തനങ്ങളും അവർക്കുണ്ടാക്കുന്ന അസ്വസ്ഥതയുടെ പ്രതികരണങ്ങളാണ്. ഇതിപ്പോ എടുത്തൊരു വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞൊരു വർഷം മുമ്പ് മുന്നോട്ട് പോകില്ല എന്ന് തീരുമാനിച്ച് അറിഞ്ഞ് മൂടി വെച്ച ഒരു സാധനത്തെ എടുത്ത് പുറത്തേക്ക് ഇട്ടിരുന്നു. ഇവിടെ നിങ്ങൾ പറഞ്ഞതിനകത്ത് തന്നെ പറയുന്നു, ഒരു വർഷം മുമ്പേ വീഡിയോ പരിശോധന കഴിഞ്ഞതിന് ശേഷമാണ് ഇത്തരം ഒരു ശുപാർശ വന്നിട്ടുള്ളത്. അല്ല, ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണല്ലോ അന്വേഷണം നടത്തിയത്. 5 കൊല്ലം അധികാരത്തിലിരിക്കുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പ് മന്ത്രി ഞങ്ങളായിരുന്നില്ലല്ലോ, കോൺഗ്രസ് ആയിരുന്നില്ലല്ലോ. എല്ലാ വീഡിയോയും എല്ലാ തെളിവുകളും പരിശോധിച്ച് എല്ലാ റിപ്പോർട്ടുകളും വിജിലൻസിന്റെയും ഹോം സെക്രട്ടറിയുടെയും മുമ്പിൽ വന്നിട്ട് ആ വന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനപ്പെടുത്തി ഇത് ഇനി മുന്നോട്ട് പോവോ ഇല്ലയോ എന്നുള്ളത് പരിശോധിച്ച് ഇതിന് നിലനിൽപ്പില്ല എന്ന് അവര് തന്നെ തീരുമാനിച്ച് ഉപേക്ഷിച്ചതിനെ ഇപ്പൊ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം എന്ന് പറയാവുന്ന ഒരു സമയത്തെടുത്ത് പുറത്തിടുന്നതിന്റെ ഇന്റൻഷൻ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവും. മനസ്സിലായില്ല എന്ന് അവർ നടിച്ചാലും ജനങ്ങൾക്ക് മനസ്സിലാവും. ജനങ്ങൾ ഇതിനെതിരെ കൂടെ പ്രതികരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും അടുത്ത തെരഞ്ഞെടുപ്പ്.